പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കലും കൂടെ ശേഷുവിൻ്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ ഏറെ സ്നേഹിക്കുന്ന എൻ്റെ രണ്ട് സഹോദരന്മാരാണ്. ഒന്ന് പാസ്റ്റർ സാജൻ മംഗലാപുരം, അദ്ദേഹം മംഗലാപുരത്ത് നിന്ന് വന്നതാണ്. മറ്റേ നമുക്കറിയാം സുനിൽ പാസ്റ്റർ ട്രിവാൻഡ്രം. ഞങ്ങളെ വിദേശങ്ങളൊക്കെ ഒരുമിച്ചായിരുന്നു മീറ്റിങ്ങിൽ ഒക്കെ ഉണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ വിളിച്ച് ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ക്ഷണം ഇല്ലാത്ത ഒരാളാണ്. എപ്പോഴും ക്ഷണിക്കാതെ വരാൻ പറ്റുന്ന രണ്ടൊന്ന് പേര് നമുക്കുണ്ട്. ഒരിക്കലും ക്ഷണിക്കണ്ട, എന്നാൽ അവർ എൻ്റെ സഹോദരങ്ങളാണ്. ഇവിടെ ഒന്ന് രണ്ട് വിഷയങ്ങൾ പാസ്റ്റർ പ്രാർത്ഥിച്ചു. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കുകയാണ്. ഒന്ന്, നമ്മുടെ അമേരിക്കയിലെ ഷീലാൻഡ് ഞാൻ ഇന്ന് വിളിച്ചിരുന്നു, ഞാൻ മെസ്സേജ് അയച്ചിരുന്നു. അവരുടെ വിസയുടെ കാര്യങ്ങളൊക്കെ തീരാറായെങ്കിൽ ഇന്ന് വീണ്ടും അത് അല്പം കൂടെ സാവകാശം നീട്ടി കിട്ടിയിട്ടുണ്ട്. ഇന്നൊരു ജോലി പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇന്നത് കിട്ടണം. നമ്മളതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. സത്യത്തിൽ നാളെ കഴിഞ്ഞ് അതിൻ്റെ അവിടെ നിന്ന് വരേണ്ടതാണ്. പക്ഷേ 20 ദിവസം കൂടെ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ 20 ദിവസത്തിനകം വിസ ക്ലിയർ ചെയ്താൽ മതി. നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ ദൈവം സഡൻ മറുപടി തന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന രാമയും പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വിഷയത്തിന്റെ മേൽ ഇന്ന് പകൽ അത്ഭുതം ചെയ്യണം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സഹോദരി ഷീലൻ്റെക്കായി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ നിന്റെ മകളോട് പറയപ്പെട്ട സ്ഥലത്ത് CV കൊടുത്തിട്ടുണ്ടത് യേശുവിന്റെ നാമത്തിൽ അത് ഓർഡർ ആകട്ടെ. കർത്താവേ, അത് ലഭിച്ചതിനായി സ്തോത്രം. കർത്താവ് അത്ഭുതം ചെയ്തതിനായിട്ട് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയർ നടക്കുന്നു. കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. എല്ലാ കാര്യങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാവർക്കും നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും കരുതലൊക്കെയാണ് ഞാനിങ്ങനെ നിലനിൽക്കുന്നത്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ചില ടെൻഷൻ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് വരും, ഓരോ കാര്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ച് കാണാതിരിക്കും എന്താണെന്നുള്ളത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വിഷയം പറഞ്ഞ് ക്യാൻസൽ ചെയ്തു. നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ട്? മാനുഷിക വാക്കുകളുടെ സ്വാധീനത്തെ ഞാൻ എന്ത് ചെയ്യുന്നു? ചെതറിക്കുന്നു. അങ്ങനെയല്ലേ പ്രാർത്ഥിച്ചേ? അപ്പൊ മാനുഷിക വാക്കുകളുടെ സ്വാധീനത്താൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിന് ചെതറണം. Yes or no? അത് വചനത്തിന്റെ വ്യവസ്ഥയാണ്. എന്നോട് കർത്താവ് പറഞ്ഞു, മാനുഷിക വാക്കുകളുടെ സ്വാധീനത്താൽ ചിലതിനെ സ്വാധീനിച്ചിട്ട് സഭയെ, വ്യക്തികളെ സംശയത്തിന്റെ നിലയിലേക്ക് കൊണ്ടുവരുന്ന പിശാചിന്റെ തന്ത്രങ്ങളെ ചെതറിക്കണമെന്ന് കർത്താവ് പറഞ്ഞത് അറിയാഞ്ഞിട്ടല്ല, തമ്പുരാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്ത കാര്യങ്ങളാണ്. Praise the Lord. Hallelujah. പൗലോസ് പറഞ്ഞു, ഞാനാകുന്നത് ക്രിസ്തുവിലാണ്. അതേ ഉള്ളൂ നമ്മുടെ സാക്ഷ്യം. Praise the Lord. ദൈവം ഒരു കാര്യം മുൻകൂട്ടി അറിയിക്കുമ്പോ അതിനെ ക്യാൻസൽ ചെയ്യുമ്പോ ഓർത്തോണം, അങ്ങനെ ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇരിക്കാൻ പറ്റത്തില്ല. കാരണം സഭ ദൈവത്തിൻ്റെയാ. സഭ ആരുടെയാ? ഒരു സംശയം വേണ്ട. ഞാനിന്ന് രാവിലെ ഇട്ട മെസ്സേജ് എത്ര പേര് കേട്ടാണ്? കേട്ടോ? കുറച്ച് എന്തായിരുന്നു മെസ്സേജ്? ഞാൻ സമയം എടുക്കുന്നില്ല, കുറച്ച് പേരുള്ളൂ. കാരണം ദേവസ്വന്മാർ 2 പേരുണ്ട്. 2 പേര് ശക്തന്മാരായ ദേവദാസന്മാരാണ്. എന്നോട് എൻ്റെ സഹോദരി കുഞ്ഞുമോൾ സിസ്റ്റർ വിളിച്ചു പറഞ്ഞു, ബ്രദറെ നമുക്കൊരു വിഷയം പ്രാർത്ഥിക്കാം. ഞാൻ എന്താ? എനിക്ക് കുറേ പൈസ കിട്ടാനുണ്ട്. അതൊക്കെ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, എന്താ 10-21 ലക്ഷം രൂപയോളം മേടിച്ചിട്ട് തിരിച്ചു തരാത്ത ആളുകളുണ്ട്. അത് പല പ്രാവശ്യം ചോദിച്ചു കിട്ടിയപ്പോൾ ഞാനത് പിന്നെ എൻ്റെ വൈഫ് പറഞ്ഞു, അത് വേണ്ടെന്ന് വെച്ചേരെ. ഞാനത് വേണ്ടെന്ന് വെച്ചു. 3-4 പേര്, 4-5 പേരായിട്ട്. ഇതൊന്നും എൻ്റെതല്ല, ഇതെല്ലാം ദൈവത്തിൻ്റെയാ. ഞാൻ പോലും എൻ്റെതല്ല. ഒരു കുടുംബത്തിലൊരു മാതാവിന് ജനിച്ചത് എന്നാണ് അഡ്രസ്സ്, പക്ഷേ ജനിപ്പിച്ച സ്വർഗത്തിലെ ദൈവമാണ്. ഞാൻ പോലും എൻ്റെ അല്ല. ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എൻ്റെ ആണോ? അല്ല. ഏതോ സ്ഥലത്ത് ഉണ്ടാക്കിയെടുത്ത നൂലിൽ, ഏതോ കടക്കാർ ഉണ്ടാക്കിയെടുത്ത സ്ഥലത്ത്, ഏതോ കമ്പനിക്കാർ സൃഷ്ടിച്ചത്, ഏതോ തയ്യൽക്കാരൻ ഡിസൈൻ ചെയ്ത്, ആരോ തന്ന പൈസയിൽ ആരോ ഉണ്ടാക്കിയ ബട്ടൺസിനകത്ത് ചേർത്ത് വെച്ച് എന്നെ ഇടാൻ തന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇതും എൻ്റെതല്ല.
എൻ്റെ എന്ന് പറയാൻ എനിക്ക് ഒന്നുണ്ട്, അത് ദൈവത്തിൻ്റെ കൃപയാ. എൻ്റെ എന്ന് പറയാൻ എനിക്ക് ഒന്നുണ്ട്, അതെനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന നിത്യതയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ എന്ന് പറയാൻ നമുക്ക് എന്താ ഉള്ളേ? ദോഷമായിട്ടൊന്നുമെന്നോ എന്റെ നാഥൻ ചെയ്യുകയില്ല. പക്ഷേ പാടല്ലേ പേടിയാ അല്ലെ? നമ്മൾ ഈ പാട്ട് കേൾക്കുന്നപ്പോഴാ അല്ല, ഇതൊക്കെ ഭക്തന്മാർ ആത്മാവിൽ പാടിയതാ. അപ്പൊ അതുകൊണ്ട് ദോഷമായിട്ടൊന്നും നമ്മുടെ ദൈവം എന്ത് ചെയ്യുന്നില്ല. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞോണം, ദൈവത്തിന് ഹിതമില്ലാത്തതോ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് ഇടം കൊടുക്കാത്ത വ്യക്തികളെ ഒരിക്കലും ദൈവം ഒരു സ്ഥലത്ത് യോജിപ്പിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതിന് കാരണം, ഞാൻ ഇന്ന് രാവിലെ കുറച്ച് പ്രാർത്ഥിച്ചിരുന്ന ദേവസ്വന്മാരെ കൊണ്ടായിരുന്നെങ്കിലും ഇടയ്ക്ക് ഞാൻ റൂമിൽ രാവിലെ തൊട്ട് ഫോൺ കോൾ വരാൻ തുടങ്ങും. ഒരു രാവിലെ കിടക്കപ്പോൾ എഴുന്നേറ്റിരുന്ന് കഴിഞ്ഞാൽ ഒരു 9 മണി കുളിക്കാൻ വരെ പറ്റില്ല. അന്നേരം ഒന്ന് കയറുമ്പോൾ അടുത്ത ഫോൺ വരും. അപ്പോൾ ഇതിങ്ങനെ കണക്ട് ആയതുകൊണ്ട് അടുത്ത് ബൈബിളും തുറന്നു വെച്ച് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് ദൈവം പറഞ്ഞു, നീ ഇന്ന് 15-ാം സങ്കീർത്തനടുത്തൊന്ന് വായിക്കാൻ പറഞ്ഞു. ഒന്നോടെ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. ഞാനങ്ങനെ ഒത്തിരി പ്രസംഗിക്കാത്തൊരു വചനമാണ് ഇത്, 15-ാം സങ്കീർത്തനം. വെച്ചാൽ എന്താ കർത്താവ് ഒന്ന് എടുക്കാൻ പറഞ്ഞു. എടുത്തു കഴിഞ്ഞപ്പോൾ മെസ്സേജ് ആയിട്ട് എൻ്റെ ജനത്തിന് അയക്കാൻ പറഞ്ഞു. നിങ്ങൾ യഹോവ നിന്റെ കൂടാരത്തിൽ, വലിയ ചോദ്യം അല്ലേ, യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ എന്റെ വീട്ടിൽ പാർക്കണമെങ്കിൽ ഞാൻ അനുവാദം കൊടുക്കണം. വേണ്ടേ? എന്റെ വീട്ടിൽ ഒരാൾ വന്ന് എന്റെ വീട്ടിൽ പാർക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്, ഞാൻ അനുവദിക്കണം. ഇവിടെ ദൈവ സങ്കീർത്തനക്കാരൻ ചോദിക്കുകയാണ്, യഹോവേ നിന്റെ കൂടാരത്തിൽ ആർക്കാണ് പാർക്കാൻ പറ്റുന്നത്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അടുത്ത് പറയാണ്, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ കയറും? 2 ചോദ്യം. ആ 2 ചോദ്യത്തിന് രണ്ടാമത്തെ വാക്യം 2 നക്ഷത്രങ്ങളെ പോലെ സ്റ്റാർ കൊണ്ടിട്ടിട്ട് പറയാണ്, നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വ സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. ആരാണ് ദൈവസന്നിധിയിൽ ചെല്ലുന്നത്? ആ കൂടാരത്തിൽ ആർക്ക് പാർക്കാൻ കഴിയും? ആ പർവ്വതത്തിൽ ആർക്ക് കയറാൻ കഴിയും? ആരുമായിട്ടുള്ള ബന്ധത്തിലാണ് അവിടെ എത്താൻ പറ്റുന്നത്? ഒറ്റ റീസണാണ്. ഞാൻ ഇതിനെ കുറിച്ച് നോക്കി. യഹോവയുടെ കൂടാരം എന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണ് അല്ലേ? മമ്രയുടെ തോപ്പിൽ ഒരു കൂടാരം, എവിടെയാ? അബ്രഹാമിന് കൂടാരം ഉണ്ടായിരുന്നു. പക്ഷെ കൂടാരത്തിന് നോക്കിയപ്പോ ഇറങ്ങുന്ന ദൈവത്തെ കണ്ടു. നോക്കണേ. മറ്റൊന്ന് പറയുന്നു, ഇതാ മനുഷ്യരിടയിൽ ദൈവത്തിന്റെ കൂടാരം. ഇത് മനുഷ്യരിടയിൽ ദൈവത്തിന്റെ കൂടാരം. സത്യം പറഞ്ഞാൽ നമ്മൾ അറിയണ്ടേ നമ്മുടെ നടുവിൽ ആരുണ്ട്? ഞാൻ എൻ്റെ സഹോദരനൊരു കാര്യം പറഞ്ഞാൽ, എൻ്റെ സഹോദരിക്ക് ഒരു കാര്യം പറഞ്ഞാൽ, അതാരാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്? ഈ കൂടാരത്തിന്റെ ഉടമസ്ഥൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ച് കേൾക്ക. ഈ സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്ന വിഭിന്നമായ ആശയങ്ങൾ ഈ സങ്കീർത്തനത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് കാണാനായിട്ട് കഴിയും. കൊള്ളരുതാത്തവരായി തീരുകയും ആരും ദൈവത്തെ അന്വേഷിക്കാതെയും നന്മ ചെയ്യാതെയും ഇരുന്നാൽ, ഈ സങ്കീർത്തനത്തിൽ പറയുന്നു, 14-ാം സങ്കീർത്തനത്തിൽ 2-3 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുകയാണ്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുവൻ പോലുമില്ല. ഈ കൂടാരത്തിൽ നോക്കുമ്പോ 15-ാം സങ്കീർത്തനം 14-ാം സങ്കീർത്തനം പറയാ, ഒരുവനുമില്ല നന്മ. ഈ നന്മ ചെയ്യുന്നവൻ ഒരുവനുമില്ലെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുമ്പോൾ അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, നന്മ ചെയ്യുന്നവൻ ആളുകൾ എതിരാണ്. ശ്രദ്ധിച്ചിട്ടില്ല നിങ്ങള്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു നല്ല കാര്യം ചെയ്യുന്ന ആളെ എന്ത് പറയും?
അയാൾ എന്തോ ഒരു കുഴപ്പമുണ്ട്, അയാൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഇത് മനുഷ്യ സഹജമായ കാര്യങ്ങളാണ്. ശ്രദ്ധിച്ച് കേട്ടപ്പോ ഒന്ന്, ഈ യഹോവയുടെ ആലയത്തിൽ പാർക്കുന്നവൻ ആരായിരിക്കണം? ബുദ്ധിയുള്ളവനായിരിക്കണം. എന്തിന്റെ ബുദ്ധി? യഹോവയെ അന്വേഷിക്കുന്നൊരു ബുദ്ധി, ദൈവത്തെ ആരാഞ്ഞറിയുന്നൊരു ബുദ്ധി, ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്ന ഒരു ബുദ്ധി, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു ബുദ്ധി, ദൈവശബ്ദത്തിന് വേണ്ടി ചെവി കൊടുക്കാൻ കഴിയുന്ന ഒരു ബുദ്ധി, ദൈവാത്മാവിന് വിധേയപ്പെടുന്ന ഒരു ബുദ്ധി, ദൈവത്തിന്റെ ഇടപെടൽ അറിയുന്ന ഒരു ബുദ്ധി, ദൈവത്തോട് നടക്കുവാൻ ആഗ്രഹം കാണിക്കുന്ന ആ ദൈവസ്നേഹത്തിന്റെ ആഴത്തോട് ആ മാറോട് ചേർന്നിരിപ്പാൻ കാണിക്കുന്ന ഒരു ബുദ്ധി. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞ യഹോവ എല്ലാ കാലത്തും വാഴ്ത്തും, അവരുടെ സ്തുതി എപ്പോഴും എന്റെ കാര്യസാധ്യത്തിനല്ലത്. അത് കഷ്ടത വന്നാലും ദുഃഖം വന്നാലും പ്രയാസം വന്നാലും സങ്കടം വന്നാലും സന്തോഷം വന്നാലും അനുഗ്രഹങ്ങൾ വന്നാലും ഉയർച്ച വന്നാലും താഴ്ചയാണെങ്കിലും എന്റെ നാവിന്മേൽ എപ്പോഴും എന്റെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. Praise the Lord. Hallelujah. Hallelujah. നമ്മളെ ദൈവം സൃഷ്ടിച്ചത് എന്തിനെന്നറിയാവോ? അവനെ സ്തുതിക്കാനാ. അതാ പറഞ്ഞ് ജീവനുള്ളതൊക്കെ യഹോവേ. രാവിലെ എഴുന്നേറ്റ് ജീവനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം രാവിലെ ഒരു ഗ്ലാസ് കടുങ്കാപ്പി എന്നാണ് പറയണ്ടേ? ആണോ? ഈ പണ്ടൊക്കെ ആൾക്കാർ പറയും, ഞാൻ വരെ സിഗരറ്റ് ഇല്ലെങ്കിൽ ബാത്റൂമിൽ പോകാൻ പറ്റില്ല. കടുങ്കാപ്പി കുടിച്ചില്ല. സിഗരറ്റാണോ ബാത്റൂമിൽ കൊണ്ടുപോകുന്നേ? കടുങ്കാപ്പിയാണോ ബാത്റൂമിൽ കൊണ്ടുപോകുന്നേ? ജീവനുള്ളത് കൊണ്ടാണ് ബാത്റൂമിൽ പോയത് അല്ലേ? ജീവനുള്ളതൊക്കെയും നമ്മൾ എന്തിനാ വന്നേ? ഞാൻ കേട്ടില്ല, ഉറക്കെ പറ. ദൈവം ആഗ്രഹിക്കുന്ന സൽസ്വഭാവത്തിന്റെ ഉടമകളായി മനുഷ്യർ മാറണമെന്നും അത് എങ്ങനെ സാധിക്കുമെന്നും ദൈവം തന്റെ കൃപയാലും സ്നേഹത്താലും തന്റെ ജനത്തെ അന്വേഷിക്കുകയും അവരോട് ക്ഷമിക്കുകയും ചെയ്യുന്ന, അവരെ രക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ചേർന്ന് അന്വേഷിക്കണം ദൈവത്തെ. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ഞാനൊരു മനസ്സവാദം, ഒരാൾ പറഞ്ഞു, ജോയ് പാസ് ഞങ്ങളുടെ ചർച്ച വിളിക്കുകയാണ്. ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ട് എത്രയോ മാസങ്ങളായി. ഞാൻ ആ മനുഷ്യനോട് സംസാരിച്ചിട്ട് ഒരു പ്രാവശ്യം അദ്ദേഹത്തെ ആ പടം കണ്ടിട്ടുള്ളൂ. ആവശ്യമില്ലാതെ ഈ വലിയത്തൊരു വാക്കുകൂടെ ഉണ്ട് കേട്ടോ, അതിന് ഞാൻ വായിക്കാം. കൂട്ടുകാരന് ദോഷം ഉണ്ടോ? എന്നാ കൂട്ടുകാരന് അപവാദം വരുത്താതെയും അല്ലേ? ഞാൻ ഇറങ്ങി വരും നിങ്ങളുടെ മുഖത്ത് നോക്കിയൊന്നും പറയാനല്ല, പേടിക്കൊന്നും വേണ്ട. അപ്പോ ദോഷം ചെയ്യുക എന്ന് പറഞ്ഞ കാര്യം കുറെ ലിസ്റ്റ് ഉണ്ട് അതിനകത്ത് അല്ലേ? ഇവിടെ വാക്യം പറഞ്ഞു, നാവ് കൊണ്ട്. ചിലയിടത്ത് കുരുവിള നാവ് കൊണ്ട് പറയരുന്നു, അതല്ല. കുരുളെന്ന് പറഞ്ഞാൽ എന്നതാ? ഏഷണി പറയാതെ എന്നാ, അപവാദം പറയാതെ എന്നാ. പണ്ടൊരാള് വചനം വായിച്ച് തിരക്കൂടിയപ്പോ പറഞ്ഞു, നീതിമാൻ ഓർമ്മയിലിരിക്കുന്ന, പുള്ളി വായിച്ചപ്പോ നീതിമാൻ ഓർമ്മയിലിരിക്കുമെന്ന് വായിച്ചു. കുത്തു പുള്ളി കണ്ടില്ല. ഇവിടെ എന്തുണ്ട്? കുരള എന്ന വാക്കിനർത്ഥം എന്നതാണ്? പരദൂഷണം, ഏഷണി എന്നൊക്കെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കല്യാണം എന്ന വാക്ക് നോക്കി ഡിക്ഷണറിയിൽ എന്താണ് ഈ കല്യാണം എന്ന വാക്കിനർത്ഥം. ഓളം എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പൊ എല്ലാ കല്യാണം ഓളമാ. കാരണം തലയ്ക്ക് സുബോധം ഇല്ലാത്തതുകൊണ്ട് മൊത്തം ഓളമാ. അതിന് കൊടുത്തിരിക്കുന്ന പദമൊക്കെ ഭയങ്കരമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കല്യാണത്തിന് പ്രസംഗിക്കാൻ പോയപ്പോൾ ഒന്ന് എടുത്തു നോക്കി എന്നാന്ന് ഒന്ന് വിക്കിപീഡിയ എഴുതിയിരിക്കുകയാണ്. കല്യാണം എന്ന് പറഞ്ഞ അർത്ഥം എന്നാ? ഓളം. അടുത്ത അർത്ഥം പിന്നെ മെർജ് ചെയ്യുക എന്നാ അതിനർത്ഥം. ഏതാ? ഇതിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട് കേട്ടോ. ഞാൻ സത്യത്തിൽ ഞാൻ ഓർത്ത് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാതിരിക്കുന്നത്. ഞാൻ എൻ്റെ 2 ദിവസം വന്ന് എടുത്ത് നോക്കിയപ്പോൾ മെർജ് ചെയ്യുക, വിവാഹം എന്ന കാര്യം ഞാനിപ്പോൾ അതിലേക്ക് വരുന്നല്ല, തെറ്റിദ്ധരിക്കണ്ട. ഒന്ന് വിവാഹം, പരിണയം, സംബന്ധം, ഉറ്റുചേരൽ, കല്യാണം, സ്വയംവരം, മംഗല്യധാരണം, ദൃഢസംയോജനം. നമ്മുടെ എന്നതാണ്? ദൃഢസംയോജനം. ഞാൻ ആ വാക്ക് പറഞ്ഞേ ഉള്ളൂ. അതിന് തൊട്ടുമോളെ പറയുകയാണ് വിവാഹം എന്ന് പറഞ്ഞാൽ എന്നതാണ്? ഓളമാണ്. അതുകൊണ്ടപ്പോ ഓളം പോലെ കല്യാണം വരും, ഓളം പോലെ പോകും.
അതങ്ങനെയായി. ഇതിനകത്ത് മെയിനായിട്ട് മാരേജ് അല്ല മെർജ് എന്നാണ് അതിനർത്ഥം എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേരൽ, ഇല്ലാത്തതിനെ ഉളവാക്കുന്നത്, സൃഷ്ടിക്കപ്പെടുന്നത്, ഒന്ന് പുതിയത് കൊണ്ടുവരുന്നൊക്കെയാണ് അതിനർത്ഥമുള്ളത്. അതിലേക്ക് പോകുന്നില്ല. ഞാനിപ്പോൾ പറഞ്ഞു വന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണേ. സങ്കീർത്തനത്തിൽ പറയുന്ന ഭാഗം ഇതാണ്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിച്ചത്, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. 2 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 17-ാം ഭാഗത്തിൽ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, അത് പുതുതായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നാം ക്രിസ്തുവിലാണെങ്കിൽ നമ്മൾ പഴയതല്ല, പുതിയതാ. ഞാൻ ഇന്നാളൊരു കാര്യം പറഞ്ഞു. 2-3 യാത്ര ചെയ്യുമ്പോൾ ഒരു ഫ്ലൈറ്റ് യാത്ര ചെയ്യുക. അപ്പോൾ ഒരാൾ അടുത്തിരിക്കാൻ പറ്റാത്തത്ര സ്മെല്ല. അപ്പം നോക്കുമ്പോൾ ഷൂ എന്ന സോക്സ് എന്ന മണം വരുന്നേ. ഈ അടുത്തിരുന്ന മാന്യനായ വ്യക്തി പറഞ്ഞു, അത് ഊരി കളഞ്ഞിട്ട് ഈ സോക്സ് ഇട്ട് ഇത് പുതിയതാ. ഈ അടുത്തിരുന്ന വ്യക്തി എന്ത് ചെയ്യുന്നറിയാവോ? ആ പഴയ സോക്സ് ഒരു പോക്കറ്റിലിട്ടിട്ട് പുതിയ സോക്സ് കാലിലിട്ടു. ഹലോ, എനിക്കിന്ന് പലപ്പോഴും തോന്നുന്ന വിശ്വാസ സമൂഹം അങ്ങനെയാണ്. ഇത് പോക്കറ്റിന് എന്ത് ചെയ്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ ചീഞ്ഞു നാറിയ സോക്സ് ഇട്ട് മണം സഹിക്കാൻ പറ്റാതെ വന്നപ്പോ അടുത്തിരുന്ന മാന്യനായ മനുഷ്യൻ പറഞ്ഞു, അതെ യാത്ര സോക്സ് ഒക്കെ ഇതിനകത്തുണ്ട്. അത് ഈ സോക്സ് എടുത്ത് പറഞ്ഞു, സുഹൃത്തെ ഇത് അസഹ്യമാണ്, അതുകൊണ്ട് ഇത് നിങ്ങൾ ഉപയോഗിച്ചിട്ട് മറ്റൊന്നും എടുത്തുകൊണ്ട് കളയണം. ഓക്കെ ശരി എന്ന് പറഞ്ഞു. പുള്ളി അത് അവിടെ തന്നെ വെച്ച് ഊരി, എന്നിട്ട് ആ ഇരിക്കുന്നിടത്തിരുന്നെ പോക്കറ്റിലേക്ക് ഇട്ടു, മറ്റേ സോക്സ് കാലിലേക്ക് ഇട്ടു. കേബ്രോൻ പറഞ്ഞ പോലെ ഞാൻ വിശ്വാസി വരുന്നതിന് മുമ്പ് പാസ്റ്റർ തല്ലുമായിരുന്നു. വിശ്വാസി വന്നു കഴിഞ്ഞപ്പോൾ പാസ്റ്റർ തല്ലുന്നവനെ തല്ലുന്നു. ഡിപ്പാർട്ട്മെന്റ് മാറിയിട്ടുള്ളൂ, ആള് ഗുണപ്പെട്ടിട്ടില്ല. ഹലോ, നിങ്ങളുടെ കാര്യമല്ല, നിങ്ങൾ വളരെ ഡീസന്റാ അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചേ, എന്താണ് ദാവീദ് ആ വാക്കെടുത്ത് പറയാൻ റീസൺ എന്ന് ചോദിച്ചാൽ, 1 മുതൽ 14 വരെ അധ്യായങ്ങളെ ഓരോന്ന് മാറി മാറി പഠിക്കുമ്പോൾ ചില ഉദാഹരണങ്ങളിലൂടെ തിരുവെഴുത്തുകളിൽ അദ്ദേഹം വ്യക്തമായി വെളിപ്പെടുത്തി. അതിനുശേഷമാണ് അദ്ദേഹം പറയുന്നത്, പ്രൈസ് ദി ലോർഡ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടതിന്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളുടെ കാരണമല്ല, നാം അവന്റെ കൈപ്പണിയായ സൽപ്രവൃത്തികളായിട്ട് യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവനെ മുന്നൊരുക്കിയിരിക്കുന്നു. നമ്മുടെ ഒരു ഗുണം കൊണ്ടൊന്നുമല്ല, നമ്മുടെ കഴിവിലൊന്നുമല്ല. ഇത് നേരത്തെ മുൻനിർണയിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യണം? ഇങ്ങനെയാകണം. അപ്പൊ നമുക്കെതിരെ ഇടപെടൽ വരുമ്പോ നാം ആദ്യം അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനൊന്ന് പുതുതാക്കാൻ തമ്പുരാൻ വീണ്ടും എന്നെ തീരുമാനിച്ചിരിക്കുക. ഈ ഒരു കണ്ണുനീരിന്റെ മുമ്പില് ഞാൻ എപ്പോഴും ഓർക്കും, നമ്മുടെ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോ ഞാൻ എൻ്റെ മൈക്ക് തന്നെ ഉപയോഗിക്കാൻ റീസൺ, നല്ല ജലദോഷമാണ്, ഇതെടുത്ത് വേറൊരാൾക്ക് കൊടുക്കണമെന്ന് ഓർത്തിട്ടാണ്. ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പകരുന്നത് ഈ സാധനത്തിനകത്തോടെയാണ്. പ്രൈസ് ദി ലോർഡ്. വൈറസ് പെട്ടെന്നുണ്ടാവും. ഇത് തരില്ല. ഞാൻ എന്തായിരുന്നു പറഞ്ഞു വന്നേ? എന്തായിരുന്നു പറഞ്ഞു വന്നത്? വേഗം പറ. അല്ലല്ലോ എന്നാണ് പറഞ്ഞേ? പ്രൈസ് ദി ലോർഡ്. രണ്ടുമല്ല പറഞ്ഞേ. ഞാൻ പറഞ്ഞത്, അമിതമായ പ്രയാസങ്ങൾ വരുമ്പോ ചില കാര്യത്തിലൂടെ നമ്മൾ നടത്തും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അധ്യായത്തിനകത്തുള്ളത് ശമൂവേൽ പുരാണ പുസ്തകം വായിക്കുമ്പോഴാണ്. അതിനകത്ത് ഒരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തിന്റെ പേരെന്നറിയോ? ആലയത്തിലിരുന്ന് കരയുന്ന ഒരു സഹോദരി. പേരെന്നാ? ഞാൻ ഓർക്കുക, ഈ ഹന്ന ആലയത്തിൽ പോയിരുന്ന് കരയുമ്പോൾ അവിടുന്ന് പുരോഹിതം പറഞ്ഞ് കള്ളു കുടിച്ചിട്ടാന്ന്. എന്നാന്ന്? നീ അതും പോട്ടെ, കെട്ടിയൻ പറഞ്ഞു, എടി ഞാൻ നിനക്കൊരു മോനെ പോലെ അല്ലേ, നീ എനിക്കൊരു മോളെ പോലെ. നല്ല കാര്യമാണ്, അത് നല്ലതാ. അപ്പൊ അപ്പുറം പെനീന, എന്നാടി നിനക്ക് പിള്ളേരുണ്ടാകത്ത, നീ പ്രാർത്ഥിച്ചിട്ട് എന്നാ കിട്ടിയടി കണ്ടോ. അപ്പൊ ഒരാളെ കുത്താനും 2 പേരെ ആശ്വസിപ്പിക്കാനും. പക്ഷെ ഈ 2 പേരല്ല 10 പേരെ ആശ്വസിപ്പിച്ച
ഒരാൾ നമ്മുടെ അകത്ത് ഭയങ്കര വേദനയാണ്. ഹലോ, 10 പേരെ ആശ്വസിപ്പിക്കാനുണ്ട്. ആരെ? പക്ഷെ അതിനകത്ത് വ്യത്യസ്തമായ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. ഈ 2 പേർ ഒരാൾ മാറുന്ന കുത്തുമ്പോഴും സ്വർഗം പറഞ്ഞു അവൾ പ്രാർത്ഥിച്ചത് അവൾക്ക് അതരം കൊണ്ടല്ല, അവൾ എന്നോട് പ്രാർത്ഥിച്ച ഹൃദയം കൊണ്ടാണ്. ഞാൻ നിന്റെ ഹൃദയത്തിന്റെ നിലവുകളെ അറിയുന്ന ദൈവം, ഞാൻ നിന്റെ വിചാരങ്ങളെ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്ന ദൈവം. നിന്റെ കണ്ണീര് കാണാൻ ആരും ഉണ്ടായില്ലെങ്കിലും, നിന്റെ പ്രാർത്ഥനയ്ക്ക് ആരും മറുപടി തരാൻ കൂടെ വന്നില്ലെങ്കിലും, നിന്നെ എതിർക്കുന്നവർ അനേകരുണ്ടെങ്കിലും, ഇന്ന് പകജനാത്മാ വിളിച്ചു പറയുന്നു, നീ പ്രാർത്ഥിക്കുന്ന കാണുന്ന ഒരുവൻ ഇതിനകത്തുണ്ട്, അവൻ നിന്റെ അടുക്കലുണ്ട്. നമ്മളിങ്ങനെ ഈ 4 സൈഡിൽ ഇങ്ങനെ കുത്താൻ വേണ്ടി ആളെ നിർത്തും. അതിനറിയോ, എങ്ങോട്ട് മാറിയാലും ഒരു കുന്തത്തിന്റെ നടുക്ക് നിർത്തിരിക്കുക. നിന്നെ അങ്ങോട്ട് വിടത്തില്ല, ഇങ്ങോട്ട് വിടത്തില്ല, മുമ്പോട്ട് വിടത്തില്ല. പക്ഷേ അതിന്റെ നടുവ് നിൽക്കുന്നവന് ഒരു ഉറപ്പുണ്ട്, ഞാൻ നിൽക്കുന്നത് കുന്തത്തിന്റെ മുമ്പിലല്ല, ഞാൻ നിൽക്കുന്ന പടയാളിയുടെ മുമ്പിലല്ല, ഞാൻ നിൽക്കുന്ന വിടുവിക്കുന്നവനായ യേശു കർത്താവിന്റെ അടുക്കലാണെന്നുള്ള ഉറപ്പ്. ഇന്ന് പകൽക്കാലം കുന്തമരം കൊണ്ട് കുത്തുന്ന ശരവാക്കുകൾ പറഞ്ഞ് നിന്നെ മുറിവേൽപ്പിക്കുന്ന ചില നടുവില് ആരുമനാഥനായ യേശു കർത്താവ് ഇറങ്ങി വന്ന് ഭയപ്പെടുന്നു പറയുന്നെങ്കിൽ അത് നിന്നെ കാണേണ്ടതിനാണ്. ഒരുപക്ഷെ നമ്മളവർക്ക് എന്നോട് മാത്രം എന്തിനാ കർത്താവേ ഇങ്ങനെ 4 ഭാഗത്തുനിന്ന് എന്നെ ഉപദ്രവിക്കുന്നേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? Praise the Lord. ചില സമയത്ത് എനിക്കൊക്കെ അങ്ങനെ തോന്നാറുണ്ട്. എത്ര പ്രയാസങ്ങൾ വന്നാലും എന്റെ കർത്താവ് പറഞ്ഞു, ഒരിക്കലും ഞാൻ നിന്നെ തള്ളി പറയത്തില്ല. കഴുത്ത് കണ്ടിക്കാൻ അധികാരികൾ കൊണ്ട് നിർത്തിയിട്ട് കത്തിയെടുത്ത് കഴുത്തിൽ വെച്ചാലും എന്റെ കർത്താവിനെ തള്ളി പറയത്തില്ലെന്നൊരു ഉത്തമ ബോധ്യത്തോടെയാ ഞാൻ ഈ പുസ്തകം പ്രസംഗിക്കുന്നേ. Praise the Lord. ആര് തീർച്ചാലും, ആര് തള്ളിക്കളഞ്ഞാലും, ആര് ഉപേക്ഷിച്ചാലും, ആര് അപവാദം പറഞ്ഞാലും, ആര് പരിഹസിച്ചാലും, ആര് സ്വത്രം നടന്നുകൊണ്ട് പറഞ്ഞാലും, അതിന്റെ നടുവിൽ എനിക്ക് വേണ്ടി ഇറങ്ങുവാൻ ഒരുവനുണ്ട്. തീച്ചൂളയ്ക്കകത്ത് ഇറങ്ങി വന്നവൻ, പൊട്ടക്കണൽ ഇറങ്ങി വന്നവൻ, സിംഹക്കുള്ളിൽ ഇറങ്ങി വന്നവൻ, കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്നവൻ, കൈയോട് തീച്ചൂളയെന്ന് വിടുവിച്ചവൻ, എണ്ണയ്ക്കകത്ത് തലച്ചേർന്ന് പുറത്തു കൊണ്ടുവന്നവൻ, പത്മോസിന്റെ ഏകാതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നവൻ, അവൻ എന്റെ ഉപനിധിയാ. അവൻ എന്റെ ഉപനിധിയാണ്. സഹോദരന്മാരുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തി പൊട്ടക്കണ്ടിലേക്ക് വലിച്ചെറിയുമ്പോ തീർന്ന മുദ്രകുത്തുവിനെ തീരത്തിൽ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒരുവനെ എഴുന്നേൽപ്പിക്കാൻ എന്റെ ദൈവത്തിന് കഴിയുമായിരുന്നെങ്കിൽ, കൽപ്പനകൾ മാറി മാറി എഴുതി സിംഹക്കുള്ളിലേക്ക് വലിച്ചെറിയുമ്പോ ആ സിംഹത്തിന് തൊടാൻ കഴിയത്തില്ലെന്ന് എന്റെ ദൈവത്തിന് അറിയാമായിരുന്നെങ്കിൽ, കൽപ്പന എഴുതി രാജാവ് രാവിലെ എന്ന് പറഞ്ഞു, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ നീ ഇപ്പോഴും. അപ്പൊ അവൻ ഓർത്ത കീറി തിന്നു കഴിഞ്ഞെന്നാ. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ഓർത്തു ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് മനുഷ്യന്റെ മണമടിച്ച സിംഹം ബെഡ് പോലെ കിടന്നു കൊടുത്തിട്ട് അതിന്റെ മുകളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചോളം പറഞ്ഞിട്ട് പ്രാർത്ഥന ഒറ്റയാളെ കാണുള്ളൂ, ദാനിയേല. എന്നാ സോഫ്റ്റ് ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കി അല്ലേ? ഇനി ഇടയ്ക്കെങ്ങാനും കണ്ണു പറഞ്ഞ നിങ്ങൾ നോക്കിയേ, കടിച്ചു കയറാൻ നിൽക്കുന്ന സിംഹം കുഴിക്കകത്ത്, എടുത്തെറിയപ്പെട്ട ഭക്തനായ മനുഷ്യൻ കുഴിയുടെ സിംഹത്തിന്റെ അടുക്കല്. എന്നാൽ അതിനകത്ത് എഴുതി അവൻ ചെയ്തു പോകുന്നത് പോലെ തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളാണിപ്പോ വീണെന്ന് മാത്രം ഓർമ്മ കാണുള്ളൂ, പിന്നെ ഒന്നും ഓർമ്മ കാണില്ല അല്ലേ? പക്ഷേ അടുത്ത മറുപടി കേട്ട് ഞാനൊരു കാര്യം പറയാം. ഈ സിംഹം കുഴി കിടക്കുമ്പോ ദൈവത്തെ ആരാധിച്ചെന്ന ഒറ്റ കാരണത്താലാ ആരെ അതിനകത്തിട്ടേക്കുന്നേ? ദാനിയേലിനെ ഇട്ടത്. പിന്നെ തമ്പുരാൻ അടങ്ങിയിരിക്കാൻ പറ്റുമോ?
നീ ദൈവത്തെ ആരാധിച്ച ഒരൊറ്റ കാരണത്താലാണ്, ദൈവത്തെ വചനം പ്രസംഗിക്കുന്ന ഒരൊറ്റ കാരണത്താലാണ് നീ നിന്ദിക്കപ്പെടുന്നതെങ്കിൽ, അപമാനിക്കപ്പെടുന്നുണ്ടെങ്കിൽ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ സിംഹം കണ്ണു തുറന്നു പോലും നിന്നെ നോക്കത്തില്ല. കാരണം നിന്നെ നോക്കരുതെന്ന് തമ്പുരാൻ കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാ ആ സിംഹം പറഞ്ഞാണ്, ഒരു കുഴപ്പമില്ല, അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോ, നിന്നെ തുടരുന്നൊരു ഓർഡർ എനിക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവസഭയെ പ്രൊട്ടക്ട് ചെയ്യാൻ പറയുന്നു. തൊട്ടു പോകരുത്, ഇത് ദൈവത്തിന്റെ സഭ. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഒരിക്കലും നമ്മളെ മാറി എന്ന് വീക്ഷിക്കുന്നവനല്ല, ദൈവം കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്നവനാ. ഉറപ്പുള്ള ഒരു ആമീൻ പറഞ്ഞാട്ടെ. അടുത്തൊരു കൈ കൊടുത്തിട്ട് പറ, മാറി എന്ന് വീക്ഷിക്കുന്ന ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത്, കൂടെ ഇരുന്ന് അത്ഭുതം ചെയ്യുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മാറി നിന്ന് നോക്കുന്ന ദൈവത്തെ അല്ല, കൂടെ ഇരുന്ന് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവത്തെയാ ഞാൻ ആരാധിക്കുന്നത്. അവന്റെ പേരാണ് ഇമ്മാനുവല്. ആ വാക്കിന് അർത്ഥമുണ്ട്, ദൈവം നമ്മോട് കൂടെ എന്നാണെങ്കിൽ അത് അങ്ങനെ തന്നെയാ. പ്രൈസ് ദി ലോർഡ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഞാൻ ഈ സങ്കീർത്തനത്തിന്റെ ഓരോ വാക്കുകൾ രാവിലെ വൈകിട്ട് മെസ്സായിട്ട് ഇടാം. ഓരോ വാക്കിന് അർത്ഥങ്ങളും ശ്രദ്ധിച്ച് കേട്ടോണേ. ഇവിടെ ഇത് പറയാണ്, നിഷ്കളങ്കനായ നീതി പ്രവർത്തിച്ച് ഹൃദയപൂർവം. ഈ ഹൃദയത്തെക്കുറിച്ച് നിങ്ങൾ ഹൃദയത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. കപടതയുള്ളത്, കാപട്യമുള്ളത്, ശാഠ്യമുള്ളത്, ദ്വന്ദ്വപക്ഷമുള്ളത്, അസൂയുള്ളത്, വഞ്ചനയുള്ളത്, കൊല്ലുന്നത്. ഈ ഇതിനകത്തുണ്ട്, ബൈബിളിലുണ്ട് ഇതെല്ലാം. ഞാൻ ഹൃദയത്തെക്കുറിച്ച് ഒന്ന് എഴുതിക്കൊണ്ടിരിക്കുക, കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്, തീർന്നിട്ടില്ല. വക്രതയുള്ളത്, എന്നാ സാധനം എന്ന് പറയുന്നതിരിക്കുന്നു, ആകപ്പാടെ എത്ര ഉള്ളൂ. എന്തോരാ ഈ കൈയുടെ അത്ര ഉള്ളു ഈ സാധനം. എന്റെ ശരീരത്തിന്റെ കൈ എന്തോരുണ്ട് അത്ര ഉള്ളു എന്റെ ഹാർട്ട്. ഇതിന്റെ സ്വഭാവം എന്ന് പറഞ്ഞ എന്റെ അമ്മോ, പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് നമ്മൾ വിളിക്കും, അച്ചായ പ്രൈസ് ദി ലോർഡ്. ഹലോ, നിങ്ങളുടെ കാര്യമല്ല, സ്വത്രം പറ. ഒറ്റ റീസണാണെന്നേ, ഒറ്റ റീസണാ. അതുകൊണ്ടാ ദൈവം മോശയോട് പറഞ്ഞടാ, മോശേ നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ നിന്റെ ആ കൈ ആ മാറിലേക്ക് ഒന്ന് ഇട്ട് കാണിക്കാൻ പറഞ്ഞു. ഓ, മോശം പറഞ്ഞു, ഗ്ലോറി ഷർട്ട് മാറ്റ്. അങ്ങനെയല്ല. നിങ്ങൾ ഓർത്തു നോക്കിയേ, മോശയുടെ കൈ മാർവിടത്തിലേക്ക് ഇട്ടത് ഷർട്ടൂര് ബട്ടൺസ് മാറ്റിയിട്ടല്ല, ഹൃദയത്തിന്റെ അകത്തേക്ക് എന്ത് ചെയ്തു? കൈ കീറിയിറക്കി. ഹലോ, പുറത്തെടുക്കാൻ പറഞ്ഞപ്പോ കൈ എങ്ങനെ ഇരുന്നേ? നല്ല കൈയായിരുന്നു അല്ലേ? എന്നായിരുന്നു അതിലുണ്ടായിരുന്നേ? മനുഷ്യൻ പുറമേ ഉള്ളതിന് നോക്കുന്നു, ദൈവമോ അവന്റെ അകത്തെ നോക്കുന്നു. Praise the Lord. Praise the Lord. Praise the Lord. മോശക്കെതിരെ സംസാരിച്ചെന്ന ഒറ്റ കാരണത്താൽ മോശയുടെ സഹോദരിക്കും ഒക്കെ എന്താ ഉണ്ടായി? കുഷ്ഠം വന്നു. പക്ഷേ ഈ മോശയുടെ അകത്ത് കുഷ്ഠം ഉണ്ടോ എന്ന് അപ്പനെ അറിയണമായിരുന്നു. സ്വോത്രം. ഭയങ്കര മർമ്മാനത്. ഇതൊന്നും നിങ്ങൾ ചിന്തിച്ചോണം ബൈബിള് വായിക്കുമ്പോ. ഇന്ന് പകൽക്കാലം എന്റെ പ്രിയമുള്ളവരെ, എന്റെ സഹോദരങ്ങളെ, കഴിയുമെങ്കിൽ മറ്റുള്ളൊരു വാക്ക് കേട്ട് നീ അതിനകത്ത് കുടുങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കാം. കാരണം ബൈബിള് പറയുന്നു, ഈ സ്വർഗത്തിൽ എത്താത്തവൻ ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. വായിച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനെ നില ഞങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. എവിടെയാ? വെളിപ്പാട് പുസ്തകം തോന്നുന്നു. അതെങ്ങനെയാ? അതങ്ങനെ എഴുതിയിട്ടുണ്ട്. ഏതധ്യായത്തില? ഭീരുക്കൾ, അങ്ങനെയൊന്നും വാക്കില്ലേ? ബൈബിൾ എവിടെയെന്ന് പറഞ്ഞാൽ വേഗം പറയാൻ പാസ്റ്റർ. അങ്ങനെയാണോ? അങ്ങനെയുണ്ടോ? എന്റെ ദൈവമക്കളൊക്കെ വളരെ റീസണാന്ന് ഞാൻ ഓർത്തുവരുന്നത്. ആർക്കും അറിയത്തില്ല ബൈബിള്.
അടുത്ത 21-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും, എന്നിട്ട് നിർത്തിയിട്ട് അടുത്ത് എഴുതി എന്നിവർക്കും, എന്നിട്ട് അടുത്ത് നിർത്തിയിട്ട് പറയാണ് ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരിയോ. അതെന്നെ ഇത്ര നിർത്തിയിട്ട് പിന്നെ അത് പറഞ്ഞു. പിന്നെ എല്ലാ ആഴ്ച എന്നെ ആരാധന, നിങ്ങൾ എന്നെ മിണ്ടാത്തെ? പ്രാക്ടിക്കൽ ക്രിസ്തീയ ജീവിതം, ലൈഫ് എന്താണെന്ന് വിശുദ്ധ വേദപുസ്തകം തെളിയിക്കുന്നു. നിങ്ങൾ ഓർത്ത് നോക്കിയേ, അതിലും വലിയ ഒരു ലിസ്റ്റാണ് നിർത്തിയിട്ട് പറഞ്ഞത് ഭോഷ്ക് പറയുന്ന ഏവർക്കുമോ. അപ്പൊ അത്രയും കാര്യങ്ങൾ പറഞ്ഞു. എന്റെ ബസ് ഞാൻ ആ ലിസ്റ്റിലൊന്നും ഉള്ളല്ലോ, പക്ഷെ അവസാനത്തെ ലിസ്റ്റിൽ നമ്മൾ ഉണ്ടോ എന്ന് നോക്കിക്കോണം. അതിനകത്തുണ്ടെങ്കിൽ അവസാനം പോയെന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ എഴുതിയല്ല, പത്മോസിന്റെ ഏകാന്തയിൽ കിടന്നുകൊണ്ട് വരുന്ന ജനസമൂഹത്തോട്, വരുവാനുള്ള തലമുറയോട് വിവരിക്കേണ്ടതിന് ആത്മാവിൽ എഴുതപ്പെട്ട ദൈവജനത്തിന്റെ ആഴങ്ങളിൽ നിന്നുകൊണ്ട് സ്വതന്ത്രമായ യോഹന്നാനെ എഴുതുക. ഇത് വിശ്വാസയോഗ്യമായ വചനമാണ്. ആരാണ് എന്റെ കൂടെ പാർക്കുന്നത്? ആരാണ് നിത്യതയ്ക്ക് ഉടമയായി മാറുന്നത്? അവരുടെ ഓഹരി എന്താണ്, അല്ലാത്തവരുടെ ഓഹരി എന്താണെന്ന് വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്ന പുസ്തകത്തിൽ പറയുകയാണ്. ഭോഷ്ക് പറയുന്ന ഏവരുമായുള്ളവരെ. Praise the Lord. Praise the Lord. അങ്ങനെ ഒരു ലിസ്റ്റ് എടുത്താ എത്ര പേര് പോകും എന്നുള്ളത് ചിന്തിച്ചോണം. ബാക്കി പൂരാക്കാരും. കഴിയുന്നതും ദൈവവചനത്തിൽ മാത്രം ആശ്രയിക്കാം, അതിൽ ഉറയ്ക്കാം. അതല്ല, തീച്ചൂളയ്ക്കകത്ത് വീണ ഭക്തനും അവിടെ നിന്ന് ആരാധിക്കാൻ റീസൺ അവന്റെ അകത്ത് ദൈവസ്നേഹം ഉണ്ടായിരുന്നു. തിളച്ച എണ്ണയ്ക്കകത്തേക്ക് വലിച്ചു കയറിയപ്പോ, യോഹന്നാൻ എണ്ണയ്ക്കകത്തോടെ നടക്കുമ്പോ അവന്റെ അകത്ത് ദൈവത്തിന്റെ വചനത്തിന്റെ ജീവൻ ഉണ്ടായിരുന്നു. അവനെ തൊടാൻ തിളച്ച എണ്ണയ്ക്ക് പറ്റിയില്ല. അവന്റെ കാലുകൾ വെന്തുപോയില്ല, അവന്റെ കാലുകൾ വീർത്തില്ല. ഒറ്റ റീസൺ, ഈ പകലറിയണം, നിന്റെ ഉള്ളിൽ ദൈവവചനത്തിന്റെ ജീവൻ ഉണ്ടെങ്കിൽ നിന്നെ തൊടാൻ ഈ ഭൂമിയിൽ ആരെയും തമ്മിൽ അനുവദിക്കത്തില്ല. വചനം ഉള്ളിലില്ലെങ്കിൽ ഈ മാനുഷ്യ വാക്കുകളുടെ സ്വാധീനം നിന്നെ കുരുക്കിലാക്കും. അതാ ഞാൻ പറഞ്ഞു വന്ന കാര്യം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള എൻ്റെ കൂടപ്പിറപ്പുകളെ, ഞാൻ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു. ഞാൻ ഒത്തിരി നിങ്ങളിൽ ക്രിസ്തീയ സ്നേഹത്തെ കാണുന്നു. ഞാൻ നിങ്ങൾ ഒത്തിരി വിശ്വാസന്റെ ത്യാഗങ്ങളെ കാണുന്നു. പക്ഷേ അതിവിടെ തീർത്ത് കളയരുത്, നിത്യതയിൽ വരെ ഉണ്ടാകണം. അതിവിടെ തീരാനുള്ളതല്ല. നമുക്ക് കടം വരാം, ഞെരുക്കം വരാം, സങ്കടം വരാം, വേദന വരാം, രോഗം വരാം, ദുഃഖം വരാം, അപമാനം വരാം, പ്രതികൂലങ്ങൾ വരാം. പക്ഷെ അതിന്റെ എൻഡ് എന്ന് പറയുന്നത് തീരുന്നതല്ല, അതിന്റെ എൻഡ് നിത്യതയാണ്. എന്റെ എൻഡ് നിത്യതയായിരിക്കണം. അല്ലാത്തൊക്കെ താൽക്കാലികമാണ്. എന്നോട് നല്ല പാസ്റ്ററെ പോലെ ഈ പോട്ടം ശരിയാ, ഞാൻ പൊട്ടനാ. ഞാനാരാ? പക്ഷെ എൻ്റെ അപ്പൻ്റെ മുമ്പേ ഞാൻ പൊട്ടനല്ല. ഒരു കുടുംബത്തിൽ മന്ദബുദ്ധിയായൊരു കുഞ്ഞുണ്ടെങ്കിലും ആ കുഞ്ഞിനെ അവൻ്റെ അപ്പൻ ഒരിക്കലും ഇടാൻ മന്ദബുദ്ധി എന്ന് വിളിക്കുവോ? അതിനാ കണ്ടു നിൽക്കുന്നവർ വിളിക്കും. പക്ഷെ ആ ബുദ്ധിയില്ലാത്ത കുഞ്ഞ് അപ്പന് മന്ദബുദ്ധിയല്ല, അവന്റെ സ്വന്തം കുഞ്ഞാ. നിന്നെ ആരപമാനിച്ചാലും, ആര് കളിയാക്കിയാലും, ആരൊറ്റപ്പെടുത്തിയാലും നിന്നെ നോക്കുന്നൊരപ്പനുണ്ട്. അവൻ പറയും, അല്ലട മോനെ, നീ എന്റെ സ്വന്തമാ, ഞാൻ നിനക്ക് പിതാവാ, നീ എനിക്ക് മകനാണ്. അത് മാറ്റാൻ ഞാൻ ആരെ സമ്മതിക്കുന്നില്ല, കാരണം നീ എന്റേതാണ്.
പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഒരാളെ കണ്ടു, ഒരു കുഞ്ഞിനായിട്ട് ഒരു അമ്മ വന്നു. ആ കുഞ്ഞിങ്ങനെ കാണിക്കുന്ന വികൃതിയൊക്കെ ഭയങ്കരമാണ്. അവർക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല, കൈയെല്ലാം കടിച്ചു മുറിക്കുന്നു, എല്ലാം പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ആ കുഞ്ഞു പറഞ്ഞു, ബാവേ ചുമ്മാ ഇരി, എന്തിനാ വേളം വെക്കുന്നേ? അതിന് ഈ അമ്മയ്ക്ക് എടുക്കാൻ പറ്റില്ല, പിടിച്ചു നിർത്താൻ പറ്റില്ല. ഇവിടെ പിശാച് പിടിച്ചോളെന്ന് അമ്മ പറഞ്ഞോ? ഒറ്റ റീസൺ, അതിനെ സൃഷ്ടിച്ചതും നമ്മളെ സൃഷ്ടിച്ചതും ദൈവമാ. ഒരു ഉദ്ദേശമുണ്ട്, അതിന് ഒരു പ്ലാൻ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം ക്രിസ്തുവിന് പ്രയോജനമുള്ളതായി മാറേണ്ടത്, സാക്ഷ്യമായി തീരേണ്ടതിന് നാവ് കൊണ്ട് എന്ത് ചെയ്യരുത്? നാവ് കൊണ്ട് എന്ത് ചെയ്യരുത്? Praise the Lord. Praise the Lord. ഈ 14-ാം സങ്കീർത്തനത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്ന അടുത്ത വാക്യം പറയാണ്, നീതികേട് പ്രവർത്തിക്കുന്ന എവരുമേ, നീതികേട് പ്രവർത്തിക്കുന്നവർ ആരും അറിയുന്നില്ലയോ? അപ്പം തിന്നുന്നത് പോലെ അവർ എൻ്റെ ജനത്തെ എന്ത് ചെയ്യുന്നു? തിന്നുകളയുന്നു. ഈ 14-15 അധ്യായമൊക്കെ കണക്റ്റഡാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഞാൻ മടങ്ങി വരാം. കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെ ഇരിക്കുന്നവൻ. അടുത്ത് പറയണം, വഷളനെ എന്താകണം? നിന്ദ്യനായി തന്നെ എണ്ണണം. അങ്ങനെ ബൈബിള് പഠിപ്പിക്കുന്നത്. വേറൊരു ഭാഗത്ത് പറയുന്നത്, അവനെ ഉപദേശിച്ചിട്ടും അവൻ ക്ലിയർ ആകുന്നില്ലെങ്കിൽ അങ്ങനെ ഉള്ളവനും മദ്യപാനിയോ ഏഷണിക്കാരനോ ഒക്കെ ആണെങ്കിൽ അവന് കൈ കൊടുക്കാൻ പോലും നീ എന്ത് ചെയ്യരുത്? തുനിയരുത്. അതാ ഈ വാക്ക് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതാ 1-ാം സങ്കീർത്തനം പറഞ്ഞത്. എന്നതാ പറഞ്ഞു? 1-ാം സങ്കീർത്തനം എങ്ങനെയാ? എന്നെന്ന് ഈ 1 മുതൽ 15 വരെ അധ്യായം വായിക്കും. ഒന്ന്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം ഈ പാവികളുടെ വഴിയിൽ, പരിഹാസങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ. നിങ്ങൾ ഈ പരിഹാസങ്ങളുടെ ഇരിപ്പിടം കണ്ടിട്ടുണ്ടോ? നമ്മൾ ചായക്കടയിൽ ചെന്നേ, ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ ചായക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ബെഞ്ച് കാണും. അവിടെ ആ ബെഞ്ച് ഇരുന്ന കറക്റ്റ് ഇത്രയും ഭാഗത്തൊരു പാട് കാണും. കണ്ടിട്ടുണ്ടോ? ആ തലയുടെ ഇത്രയും പാട്. അടുത്തത് മുറുക്കാൻ തേക്കുന്ന ഒരു ഭാഗം അവിടെ കാണും, ഇങ്ങനെ ഈ വെറ്റ ചുണ്ണാമ്പ് തേക്കുന്ന സ്ഥലം. തൊട്ടടുത്ത് നോക്കിയാൽ മുറുക്കി തുപ്പിയത് കാണും. എന്നിട്ട് ഈ കാലിന് മുകളിൽ കാലം കെട്ടി വെച്ചിട്ട് ലോകകാര്യങ്ങൾ മൊത്തം, ആൾക്കാരെ കുറിച്ച് മൊത്തം കുറ്റം പറയുക. ചായക്കട മാത്രമല്ല, ഇപ്പോൾ വീടുകളും അങ്ങനെ ആയിട്ടുണ്ട്. തീർന്നോ? ഇല്ല, സഭകളും ആയിട്ടുണ്ട്. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഒരിക്കലും ഇരിക്കാൻ അനുവദിക്കരുത്. അതിന് നിന്നെ തന്നെ നീ ക്ലിയർ ചെയ്തോണം. പ്രൈസ് ദി ലോർഡ്. കുറ്റം പറഞ്ഞുകൊണ്ടും എനിക്ക് കേൾക്കാൻ സമയമില്ലെന്ന് പറഞ്ഞാൽ നീ രക്ഷപ്പെട്ടു. അത്ര മാത്രം പറഞ്ഞാൽ നീ രക്ഷപ്പെട്ടു. ഇല്ലേ? കുഴപ്പമെന്നറിയോ? നമ്മൾ അറിയാതെ അതിനകത്ത് കുടുങ്ങിപ്പോകും. എന്നാലും ആ പുള്ളി അങ്ങനെ പറഞ്ഞോ? തീർന്നേ, പരിപാടി തീർന്നു. പിശാച് ഒരു ചെറിയ കടുകിട്ട് ഹൃദയത്തിൽ തന്നിട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മാലപ്പടക്കമായി. നമ്മൾ അടുപ്പിൽ ഈ എണ്ണ തീയിൽ തിളപ്പിച്ച് കഴിയുമ്പോൾ എണ്ണയ്ക്കകത്ത് കടുകിടുമ്പോൾ ആദ്യം എല്ലാം ചലിക്കുമോ? അതിനാ നേരെ അങ്ങ് പൊട്ടിത്തെറിക്കാൻ മേലെ ആദ്യം. എല്ലാം കൂടെ ഒരുമിച്ചാണ് പൊട്ടുന്നേ. അതെന്താ അഡ്ജസ്റ്റ്മെന്റ്? അതങ്ങനെ. പേര് കടുകല്ലേ, എണ്ണ തിളച്ചതല്ലേ, പാത്രത്തിന് ചൂടല്ലേ, പിന്നെ എന്നെ ഒന്നിച്ച് പൊട്ടാത്തെ? ഇതാണ് അപവാദം. ഓരോന്നേ പൊട്ടു. കുറച്ച് പിന്നെ ലാസ്റ്റ് ഒറ്റ പൊട്ടല. നീ അതും പോയാൽ കറിക്കകത്ത് വയ്ക്കുമ്പോൾ ഒരു ഒച്ചയും കൂടെ കേൾക്കും. പരിപാടി തീർന്ന അതോടെ എന്ത് ചെയ്തു? കാര്യങ്ങൾ ക്ലിയറായി. ഈ ഒത്തിരി പൊട്ടുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, എവിടെയോ പോയി തീരാൻ പോവാ. അതാ അതിൻ്റെ അർത്ഥം. എന്നാ ഉദാഹരണമെന്ന് എൻ്റെ സഹോദരന്മാരെ ചിരിച്ചോണ്ടിരിക്കുന്നില്ലേ? ഇതങ്ങനെയാ. ഇവിടെ കയറും പിന്നെ ദൈവം എല്ലാ ഉദാഹരണം തരും. കാരണം ഒന്നും എഴുതി വെച്ചതല്ലല്ലോ, ദൈവം തരുന്നല്ലേ. അതുകൊണ്ട് കർത്താവിൻ്റെ ആ സമയം രണ്ടുപേരും ശുശ്രൂഷിക്കും, കുറച്ച് സമയം വീതം. ഇവിടെ അടുത്ത വാക്യം, ഭക്ഷണം എന്ത് ചെയ്യണം? നിന്നിനായി എണ്ണണം. അടുത്ത എന്നിട്ട് യഹോവ ഭക്തൻ എന്ത് ചെയ്യണം? ബഹുമാനിക്കുകയും ചെയ്യണം. ഒരു യഹോവ ഭക്തനാണെന്ന ഒരാളെ നമുക്ക് തോന്നിയാൽ നിങ്ങൾ അവരെ എന്ത് ചെയ്യണം?
ബൈബിൾ അതുകൊണ്ട് പറഞ്ഞ് പ്രവാചകൻ എന്ന് കരുതി പ്രവാചകൻ കൊടുക്കേണ്ട ബഹുമാനം കൊടുത്താൽ അവനിലുള്ള നല്ല ഗുണങ്ങളെ ഞാൻ നിനക്ക് തരും. അതാ വചനത്തിന്റെ വ്യവസ്ഥ. അതാ കഴിഞ്ഞ ഒരു ദിവസം മീറ്റിംഗ് നടക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, എന്നോട് ഞാൻ പറഞ്ഞു, രണ്ടുപേരാണ് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, കർത്താവ് അപ്പോൾ അവരെ അറിയാൻ പാത്തൊരു ആലോചന വേണമല്ലോ. ഞാൻ ഇറങ്ങി എന്നിട്ട് പറഞ്ഞു, ഒരമ്മ അന്ന് ഇവിടെ വന്നിരുന്നു. ഞാൻ പറഞ്ഞു, നിനക്ക് 3 മക്കളാണ്. അമ്മ പറഞ്ഞു 2 മക്കളാണ്. ഞാൻ പറഞ്ഞു, ഇപ്പം ശരിയാ, പക്ഷെ നേരത്തെ 3 മക്കളായിരുന്നു. നടുക്കത്തെ മോൻ മരിച്ചുപോയി. അന്നിവിടെ എത്ര പേരുണ്ടാന്ന് കേട്ടവര്? അപ്പോൾ ഈ ചുമ്മാ എന്ന് പറഞ്ഞ ആളുടെ മുഖത്ത് പിള്ളേര് സൈക്കിളിൽ നിന്ന് വീണ പോലെയായി. മനസ്സിലായോ? അതിന് തന്നെയാണ് അടയാളം അങ്ങനെ തന്നെ ദൈവം പറയിച്ചത്. ഒറ്റ റീസണേ ഉള്ളൂ, ഇവിടെ എന്തെങ്കിലും ദൈവം പറഞ്ഞാൽ ജോയ് കുമളിയുടെ ബുദ്ധിയിലല്ല, ദൈവത്തിന്റെ കൃപയിലാണ്. അത് ഏറ്റെടുത്ത് അനുസരിക്കുന്നവർക്ക് അനുഗ്രഹമാണ്, അവർക്കത് മറുപടിയാണ്. ഞാൻ ഇപ്പോഴും പറഞ്ഞു, നിങ്ങളിലും ഏറ്റവും ചെറിയവനാ ഞാൻ. വിദ്യാഭ്യാസം ഇല്ലാത്തവൻ, പറയത്തക്ക കഴിവുകളൊന്നും ഇല്ലാത്ത ആള്, വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാൻ പറ്റാത്ത ഒരാള്. പക്ഷേ മറ്റുള്ളവർ അറിയാത്ത ഒന്ന് എനിക്കുണ്ട്, അതവന്റെ കൃപ എൻ്റെ മേലുള്ളത് കൊണ്ടാണ്. ജോയ് എന്ന് പറഞ്ഞ ആള് നിൽക്കുന്ന ഒറ്റ റീസണുള്ള കൃപ, വേറൊന്നുമില്ല. ഞാൻ വെറും സീറോയാ, പക്ഷെ എൻ്റെ കൂടെയുള്ളവൻ ഹീറോയാ. ഞാൻ വെറും സീറോയാ, പക്ഷേ എൻ്റെ കൂടെയുള്ളവൻ ഹീറോയാ. എനിക്ക് പറയത്തക്ക മറ്റ് നന്മകളൊന്നും കാണത്തില്ല. ഞാൻ വെറും സീറോയാ, പക്ഷെ ഇന്ന് ഞാൻ പറയുന്നു, എൻ്റെ കൂടെയുള്ളവൻ മറ്റുള്ളവർക്ക് വലിയവനായ ഒരു ഹീറോയാ. അവൻ ഇന്ന് പകൽ നിന്റെ കൂടെ ഉണ്ട്. ആ ദൈവത്തിന്റെ കരം എൻ്റെ മേലും നിന്റെ മേലും ഉണ്ട്. എന്നിട്ട് പറയുന്നു, സത്യം ചെയ്തിട്ടും ഛേദം വന്നാലും മാറാത്തവർ, തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകത്തില്ല. ദൈവത്തിൽ നമ്മൾ ദൈവം സമ്മതിക്കത്തില്ല. എൻ്റെ വളരെ വിനയത്തോടെ ഞാൻ പറയുന്നു, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ കൂടപ്പിറപ്പുകൾ, എൻ്റെ കുഞ്ഞുങ്ങൾ, ഒറ്റ റീസൺ അറിയണം, നിഷ്കളങ്കരായി നടക്കണം, നീതി പ്രവർത്തിക്കണം, ഹൃദയപൂർവം സത്യം സംസാരിക്കണം. ഈ ഒറ്റ വാക്ക് അടുത്ത ദിവസം ഞാൻ സംസാരിക്കുന്നതായിരിക്കും. ഒറ്റ വാക്ക് മാത്രം. പ്രൈസ് ദി ലോർഡ്. ഒരൊറ്റ വാക്ക് മാത്രം. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ഒരു വാക്ക് മാത്രം ഞാനൊരു ക്ലാസ് പോലെ എടുക്കാൻ വേണ്ടി താല്പര്യപ്പെടുക. എന്താ വാക്ക്? നാവ് കൊണ്ട് അല്ല, നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവർ. അത് മാത്രം, അതങ്ങ് എടുത്തിട്ട് നമുക്കൊരു ദിവസം നോക്കാം. ഞാൻ പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധിക്കണേ. നമ്മൾ ദൈവമക്കളാണ്, ദൈവത്തിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്ന മുട്ടാടിൻ്റെ മേധസ്സിനേക്കാളും നല്ലത് ഒരു യാഗം നടത്തുന്നതിനേക്കാൾ, ഒരു മുട്ടാടിനെ അറുത്ത് അതിൻ്റെ മേധസ് കൊണ്ടുവച്ച് യാഗം നടത്തുന്നതിനേക്കാൾ ഏറ്റവും നല്ലതാണ് അനുസരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കൈ കൊടുത്തിട്ട് പറ, നമുക്ക് കർത്താവിനെ അനുസരിക്കാം. പറ, നമുക്ക് കർത്താവിനെ വിശ്വസിക്കാം. പറ, കർത്താവ് എൻ്റെ മേൽ അത്ഭുതം ചെയ്യും. കാരണം കർത്താവ് ആർക്കും കടക്കാരനല്ലല്ലോ, അല്ലേ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വരുന്ന 1 മണിക്കൂർ, അരമണിക്കൂർ സാജൻ പാസ്റ്റർ, അരമണിക്കൂർ നമ്മുടെ സുനിൽ പാസ്റ്റർ വചനം സംസാരിക്കും. സുനിൽ പാസ്റ്റർ അങ്ങനെ 2 നാളെ ഉണ്ടല്ലോ, അല്ലേ? അതിനാ സാജൻ പാസ്റ്റർ ഇന്ന് പോവും. തനിക്ക് അവിടെ ചർച്ചുണ്ട് മംഗലാപുരത്ത്. അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ ഞാൻ മീറ്റിങ്ങിന് പോകുന്നതാണ്. ഇപ്പോൾ വന്ന് അദ്ദേഹത്തിൻ്റെ മോളെ സ്നാനപ്പെടുത്തണം. അത് ഞാൻ തന്നെ വേണം നമ്മൾ പറഞ്ഞുകൊണ്ട് ഡേറ്റ് മേടിക്കാൻ വേണ്ടി വന്നതാണ്. ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞ ഡേറ്റ് കൊടുക്കാൻ. അതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് സാജൻ പാസ്റ്റർ
വചനം സംസാരിക്കാനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. കർത്താവ് തന്നെ അനുഗ്രഹിക്കട്ടെ. കരങ്ങളെ തട്ടി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ.